ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തവാങ്ങിലേക്കുള്ള റൂട്ടിൽ ദിരാങ്ങിനടുത്തുള്ള സാങ്തി വാലിയിലാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഡ്രോൺ ഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് സാങ്തി വാലിയിലെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് റിച്വൽസും ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതമൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റല്. ഞാൻ അവിടെ നിന്ന് ബൈക്ക് എടുത്തത് ഇങ്ങനെ വന്ന് ഇതിവിടെ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നു വന്നതാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ മൊത്തം കൃഷിയാണ്. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവർ തന്നെയാണ് കേട്ടോ. റിവറിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷേ ഇത് ചെന്ന് ചേരുന്നത് ദിരാങ് റിവറിലേക്കാണ്. അപ്പോൾ ഈ സാങ്തി വാലിയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം തന്നെ ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ റിവർ, ഇതിൻ്റെ സൈഡിലുള്ള പുൽമേട്, നമ്മുടെ കിലുക്കം സിനിമയിൽ മോഹൻലാലിൻ്റെ വീടൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ. കുറേ ഊട്ടിയുടെയൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. രാത്രി ചെറിയൊരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഭാഗത്തേക്കൊന്ന് നടക്കിറങ്ങിയതാണ്. ഈ പുഴ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ അതിൻ്റെ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ആ റോഡിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ ഈ പുൽമേടും ഈ പുഴയൊക്കെ കൂടി ഭയങ്കര രസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ മഴ പെയ്തപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞാട്ടോ കിടന്നിരുന്നത്, നിറഞ്ഞ് കിടന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പാറിയപ്പോൾ അതിങ്ങനെ പതുക്കെ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. വേണമെങ്കിൽ നമുക്ക് നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അത്ര ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ നടന്നിട്ട് ഇവിടെയൊക്കെ തക്കാളി തന്നെയാണ് കേട്ടോ. വേറെ തക്കാളി ഉണ്ട്, പിന്നെ ചില സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരുണാചലിൽ ഉരുളക്കിഴങ്ങ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് കാണുന്നത്, വെസ്റ്റ് കാമേങ് റീജിയനിൽ കാണുന്നത് തക്കാളിയാണ് കേട്ടോ. അരുണാചലിൽ ജനറലി റൈസ് കുറേ ഉണ്ട്, കുറേ റൈസ് പ്രൊഡ്യൂസിങ് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല. അത് സീറോ ഭാഗത്തൊക്കെയാണ്. ഇവിടെ എന്താ നോക്കട്ടെ, ഇത് തക്കാളി തന്നെ ആയിരിക്കണം എല്ലായിടത്തും. ഇതുപോലെ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിം കെട്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് തക്കാളി നട്ടേക്കണം. തക്കാളി മാത്രമല്ല കേട്ടോ, ഇവിടെയൊക്കെ മുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ടുള്ള തുടങ്ങിയിരിക്കുന്ന കൃഷിയാണ്. നമുക്കൊന്ന് ഈ പുഴയുടെ അവിടേക്ക് ഇറങ്ങാം കേട്ടോ. വെള്ളത്തിന് തണുപ്പുണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് വരാം. നമുക്ക് ഇന്നത്തെ കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റിച്വൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ റിച്വലിലേക്ക് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഓണർ അവർ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിക്കാൻ മീൻസ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്നും പറഞ്ഞു. അപ്പോൾ ബുദ്ധിസ്റ്റിൻ്റെ എന്തോ പരിപാടിയാണ്. ഇവിടെ അടുത്ത് അവരുടെ ഒരു മൊണാസ്ട്രിയോ ടെമ്പിളോ എന്തോ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ട്രഡീഷണൽ ബുദ്ധിസ്റ്റ് അവരുടെ ആ ഒരു അറ്റയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ചെറിയ തണുപ്പല്ലോ കേട്ടോ. പുറത്താണെങ്കിൽ നല്ല ചൂടുമുണ്ട്. ശരിക്കും ഇങ്ങനെ ചാടി കുളിക്കാൻ പറ്റിയൊരു ഒരു തണുപ്പാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ബൈക്ക് ഞാൻ പറഞ്ഞില്ലേ അവിടെ മുകളിൽ വെച്ചേക്കണേ. ഞാൻ ബാഗ് എടുത്തിട്ടാണ് ഇറങ്ങി. അപ്പോൾ ഏകദേശം അവർ പറഞ്ഞ സമയമുണ്ട്. നമുക്ക് ടെമ്പിളിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഹെൽമെറ്റ് ക്യാമറ എടുത്തിട്ടില്ല. അതുകൊണ്ട് പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടെ ആ കുന്നിൻ്റെ മുകളിലുണ്ടല്ലോ ഇങ്ങനെ പുൽമേടാണല്ലോ, അങ്ങനെ പരവതാനി വിരിച്ച പോലെയാണ്. എന്നിട്ട് അവിടെ പശുക്കളൊക്കെ ഇങ്ങനെ മെയിന് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് രസമാണെന്നൊരു കാണാൻ ഭയങ്കര രസമുള്ള കാഴ്ചകളോ. പിന്നെ പൈൻ മരങ്ങളാണ് ആ ഭാഗത്ത് നിറച്ച്. ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഭാഗം ഇത് മിസ് ചെയ്യരുത് കേട്ടോ. തവാങ്ങൊക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഒരു 7 കിലോമീറ്റർ അകത്തേക്ക് വന്നാൽ മതി. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ വീട്ടുകാരുടെയാന്ന് തോന്നുന്നു കേട്ടോ ആ കൃഷി സ്ഥലം. അപ്പോൾ അവരുടെ വീട് മൊത്തം ഇങ്ങനെ മരവും ഷീറ്റും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇവിടെ എന്തോ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ ഓരോന്നൊക്കെ വറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് വെക്കില്ലേ, കാണുമ്പോൾ മറ്റേ ഇതുപോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിവട. പക്ഷേ അതിനൊരു ഫിഷിൻ്റെ ഒരു മണമാണ് വരുന്നത്. അവിടെ നിൽക്കുമ്പോൾ നിറച്ച് ഈച്ചയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു യുണീക്കായിട്ടൊരു സാധനം പോലെ തോന്നി.
വണ്ടിയും പാർക്ക് ചെയ്ത് ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ ചെന്നപ്പോൾ അവിടെ മാസ്കും ഇട്ട് രണ്ടുപേര് ഡ്രമ്മിന്റെ താളത്തിൽ ഒരു പ്രത്യേക തരം ഡാൻസ് കളിക്കുന്നു. കേങ്പാ ചാം എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ ഹോസ്റ്റായ വാങ്മുവിനെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്താ അവിടെ നടക്കുന്നതെന്നറിയാതെ ഞാൻ കുറച്ചു നേരം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെറുതെ നോക്കി നിന്നു. ടിബറ്റൻ ബുദ്ധിസ്റ്റ് വിശ്വാസം അനുസരിച്ച് ജീപ്പ അഥവാ സാഗാദാവ എന്ന് പറയുന്ന മാസത്തിലാണ് ബുദ്ധന്റെ ജനനം, എൻലൈറ്റ്മെന്റ് പോലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്കിതൊരു ഹോളി മന്താണ്. ഈ മാസം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിൽ സൂക്ഷിച്ചിട്ടുള്ള കഗ്യൂർ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് വേദങ്ങൾ തുണിയിൽ പൊതിഞ്ഞ് ചുമലിലേറ്റി ഗ്രാമത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു റിച്വലാണിത്. അരുണാചലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായതും ഇനി അങ്ങോട്ടുണ്ടായേക്കാവുന്ന ശക്തമായ മഴ ഇവരുടെ കൃഷി നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയായാണ് ചോയ്ക്കോർ എന്ന് പറയുന്ന ഈ റിച്വൽ നടത്തുന്നത്. കാഴ്ച കണ്ട് നിൽക്കുമ്പോൾ ചുമലിൽ സ്ക്രിപ്റ്റേഴ്സുമായി കുറെ കുട്ടികൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. കുട്ടികളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിരനിരയായി തല കുനിച്ച് കുത്തിയിരുന്നു. ഒരു ലൈനിൽ നടന്നു പോകുന്ന കുട്ടികൾ തോളിലുള്ള കൈകൂർ ചെരിച്ച് ആളുകളുടെ തലയിൽ മുട്ടിച്ചാണ് നടക്കുന്നത്. ഇടയിൽ നമ്മുടെ വാങ്മുവുമുണ്ട്. മോൺപ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയാണ് വാങ്പു ഉൾപ്പെടെയുള്ള കുറച്ച് സ്ത്രീകൾ വന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ നല്ല വെയിറ്റാണ്. 15 കിലോ വരെ കനമുള്ള ഗ്രന്ഥങ്ങളുണ്ട് അത്ര ഇതിൻ്റെ ഇടയിൽ. ഗ്രാമത്തിലെ കൃഷിയിടങ്ങളും ഇടവഴികളും ഒക്കെ താണ്ടി ആളുകൾ നടക്കാൻ തുടങ്ങി. ഞാനും നടന്നു അവരോടൊപ്പം. മാസ്ക് ഇട്ട ഒരു കേങ്പ ഈ വരിയുടെ ഏറ്റവും മുന്നിലും ഒരു കേങ്പ ഏറ്റവും പിന്നിലുമാണ് നടക്കുന്നത്. ദുർഭൂതങ്ങളിൽ നിന്നും കരിങ്കണ്ണുകളിൽ നിന്നും ഈ ഗ്രന്ഥങ്ങളെ കേങ്പകൾ രക്ഷിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഒരു 1-2 കിലോമീറ്റർ അവൻ്റെ ഒപ്പം ഇങ്ങനെ കൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാർജാക്കാത്ത പോയി ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞത് വൈകുന്നേരമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ട്. നമ്മുടെ ഈ റിവർ അല്ലാതെ സാങ്തി വാലിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ ഷീപ്പ് ഫാമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മൾ വരുമ്പോൾ ഇരുട്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ആ വഴി ഒന്ന് പോയി നോക്കാം. എനിക്കറിയില്ല എത്രത്തോളം കാണാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ റിവ്യൂസിലൊക്കെ കാണാണ്ട് ഷീപ്പ് ഫാം എന്ന് പേര് തന്നെയുള്ളൂ. ഷീപ്പൊന്നും ഇല്ല, കാണാൻ പറ്റുമൊന്നുമില്ല എന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്നിട്ട് അത് നടന്നില്ലെങ്കിൽ നമുക്ക് റിവറിൻ്റെ ആ സൈഡിലോ ഏതെങ്കിലും ഭാഗത്തൊക്കെ പോയിട്ട് ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഭാഗത്ത് നിന്ന് റൈറ്റിലേക്കാട്ടോ പോകണ്ടേ. ഇത് ദിരാങ്ങിലേക്കൊക്കെയുള്ള വഴിയാണ്. ഇവിടെ ഇതുപോലെ വീടുകളുടെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ കടകളുണ്ടാവും കേട്ടോ. അത് മാത്രം അവിടെ നിന്ന് മാത്രമാണ് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. വേറെ കടകളൊന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളേ ഉള്ളൂ. ഈവൻ പച്ചക്കറി പോലും നമുക്ക് ആകെ ബീൻസ്, സബോള, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. ഇവിടെ ഇത്രയും തക്കാളി ഫാം ഉണ്ടെങ്കിലും തക്കാളി പോലും ഇവിടെ ഇല്ല കേട്ടോ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ തക്കാളി കുറേ നോക്കുന്നുണ്ട്. തക്കാളി പോലും കിട്ടുന്നില്ല. ഇവിടെ ഒരു ബോർഡുണ്ട്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് പോസ്റ്റ്, കൃഷി വിജ്ഞാൻ കേന്ദ്ര, ഫാം സയൻസ് സെൻറ്റർ. അപ്പോൾ അത് തന്നെ ആയിരിക്കണം. കുറച്ച് ഓഫ് റോഡാണ്, പോയി നോക്കാം. നമുക്കിവിടെ വണ്ടി വെച്ചിട്ടേ ഒന്ന് നടന്നു നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ചെമ്പരിയാടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ആൾക്കാരെയൊന്നും കാണാനില്ല. ആ നിൽക്കുന്നത് ടൂറിസ്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഇതേവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൾക്കാരെയൊന്നും ഇവിടെ കാണാനില്ല. അവിടെ ഒരു കോണിപ്പടി ഉണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. आप यहाँ के लोकल हो? ये इसके अंदर जा सकता है? कौन सा? ये अंदर? हाँ लोग नहीं, लोग चला गया ये। अच्छा, तो कब आना है? सुबह आना है? हाँ दिन को। अभी ये आपका 3-4 बजे को ये लोग का अंदर कर देते हैं। अच्छा अच्छा, हाँ कल आराम से आ जाइए, 10-11 बजे को भी अच्छा अच्छा मिल जाएगा। अच्छा, ठीक है, താങ്ക് യു ജി. അങ്ങനെ ആ പരിപാടിയും ഫ്ലോപ്പ് ആയില്ലേ. അപ്പം നമുക്ക് സാങ്തി വാലിയുടെ മെയിൻ വില്ലേജ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് വണ്ടി എടുത്തു.
ശരിക്കും സാങ്തി വില്ലേജിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് ഹോം സ്റ്റേസും ഇവിടെയൊക്കെ വീടുകളും ഒക്കെയാണ് കേട്ടോ. വീടുകളൊക്കെ നോക്കി മുകളിലും താഴെയൊക്കെ ആയിട്ട് ആൾക്കാർ താമസിക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണക്ക മീനൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ. നമ്മുടെ അവിടുത്തെ നത്തോലിയും പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളൊക്കെ ഉണക്ക മീനൊക്കെ വെച്ചിട്ടുണ്ട്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. खाने में कुछ मिलेगा? पानी पूरी है? कितना है पानी पूरी? 10 रुपये में 4 मिलेगा. ठीक है. പോകുന്ന വഴിയുണ്ടല്ലോ മഴ ചാറാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കുമ്പോൾ സൈഡിലൊരു ചേച്ചി പാനിപ്പുരി വെക്കണം. അപ്പോൾ വേഗം വണ്ടി സൈഡാക്കി ഒരു പാനിപ്പുരി പറഞ്ഞിട്ടോ. ഒന്നല്ല 2 പാനിപ്പുരി പറഞ്ഞു. 20 രൂപയ്ക്ക് 8 എണ്ണം കിട്ടും. അപ്പോൾ അവരിതേ പാനിപ്പുരി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല. എൻ്റെ അടുത്ത് ആദ്യം ഉരുളക്കിഴങ്ങ് നിറച്ച് വെച്ചേക്കാണ്, പിന്നെ പാനി തരാൻ തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ആൾക്കാർ എന്തോ കളിക്കുന്നുണ്ട്. എന്തെന്തോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് പാനിപ്പൂരി കഴിച്ചിട്ട് അവരെന്താ കളിക്കണമെന്ന് പോയി നോക്കാം. നമ്മൾ തന്നെ ഇതിൽ മുക്കി കഴിക്കില്ല കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെയല്ല. Pasik. Ya, sikit salo. Ini mana ni? Fish. Cutuk. हम लोग का तो परोशो बोलता है, परोशो. लोकल गेम. अच्छा अच्छा. हम ये लोग का लोकल मोनपाल लोगों का है. मोनपाल लोग अच्छा गेम. हाँ हाँ हाँ. हम लोग का जो फोन में लूडो नहीं खेलता हाँ है हाँ. वही, अच्छा अच्छा अच्छा. लेकिन इसका 9 गुटी होता है. हाँ हाँ. अभी एक आदमी 9 गुटी पकड़ा हुआ है. अच्छा. इसमें मार के जितना वहाँ उसमें गुटी में गुटी मतलब ये. जितना नंबर निकले हाँ. वो नंबर निकल के उसको वो गुटी सफेद वाला गुटी को खींचेगा. अच्छा. ऐसे करके बाहर होने से गेम होता है. ओके. 아버지 구분이면 Cutuk. Ya. ഇത്രയും കാലറി ബേൺ ആക്കുന്ന ഒരു ബോർഡ് ഗെയിം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവരത് കളിക്കണേ. നമ്മൾ സാധാരണ മറ്റേ ഡൈസ് എടുത്ത് ഇങ്ങനെ ബോർഡിലേക്ക് ഇടുകയല്ലേ ചെയ്യുക. ഇവരൊരു പാത്രത്തിലിട്ട് അത് കറക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ചയിൽ ഇങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ഒരു ഇങ്ങനെ എന്തോ സ്റ്റഫ് ചെയ്തൊരു സാധനമുണ്ട്. തുണിയൊക്കെ സ്റ്റഫ് ചെയ്ത ഒരു എന്താ പറയുക ഒരു കുഷൻ പോലെ ഒരു സാധനത്തിലേക്ക് അത് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നമ്പർ കിട്ടുന്നതനുസരിച്ച് കവടി നീക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇലക്ട്രിക് വയർ പിരിച്ച് ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷനിലൊരു സാധനം ഉണ്ട്. പിന്നെ സാധാരണ ഇരുമ്പിൻ്റെ കമ്പി ഇങ്ങനെ പിരിച്ച് എന്തോ ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലൂഡോ പോലെ എന്തോ ഒരു കളിയാണ്. ഇവരുടെ മോൺപ ട്രൈബിൻ്റെ ലോക്കൽ ഗെയിമാണ്. അപ്പോൾ അതാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത് എങ്ങനെ കളിക്കണമെന്ന് എനിക്ക് ഇത്ര നേരം മനസ്സിലായില്ല. ഞാൻ കുറേ നേരം നോക്കി നിന്നു. പക്ഷേ പൈസ വെച്ചിട്ടാണ് കളിക്കണത്. അപ്പോൾ ഞാൻ പൈസ വെച്ചിട്ട് അത് എടുക്കുമ്പോൾ അവർ പറഞ്ഞു അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചുമപ്പ് തൊപ്പിയും നീല ജാക്കറ്റും ഇട്ട ആളുടെ ആദ്യത്തെ കളിയിൽ രണ്ടുപേരുടെയും 200 രൂപ വെച്ച് പോയി. അപ്പോൾ രണ്ടുപേരും 200 രൂപ ഇട്ടിട്ട് ആ ഗ്രേ കളറുള്ള ആ ചേട്ടന് 400 രൂപ കിട്ടി കേട്ടോ. പിന്നെയും 10 രൂപയുടെ കോയിനൊക്കെ വെച്ചിട്ട് അതാണ് കളിക്കണത്. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ठीक है दीदी, थैंक यू. ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോണ്ടല്ലോ 2 പേരെ കണ്ടു കേട്ടോ. ഇവരെ ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു പാലക്കാരനാണ്, ഇതൊരു ബാംഗ്ലൂരുകാരനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യണേ? ഇന്റേൺഷിപ്പ്. പറഞ്ഞോ, കാണിക്കണ്ട, പറഞ്ഞോ. ഇവിടെ ഒരു NGO ഉണ്ട്, നോർത്ത് ഈസ്റ്റ് വേസ്റ്റ് കളക്റ്റീവ്. ഞങ്ങൾ അവർക്ക് വേണ്ടി 1 മാസത്തേന് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ഇവര് ക്യാമ്പൊക്കെ നടത്തുന്ന സ്കൂളിൽ എക്കോ ചാംസ് എന്ന പേരില് അവിടെ പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾ വന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ സ്കിൽസ് പഠിപ്പിക്കുക അല്ലേ? അപ്പോൾ ആള് ക്രോഷറ്റിംഗ് പഠിപ്പിക്കണം, ആള് വീഡിയോഗ്രാഫി പഠിപ്പിക്കണം. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ വേസ്റ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നില്ലേ? കമ്മ്യൂണിറ്റി ലെഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം നടന്ന പ്രൊജക്റ്റാണ് നോർത്ത് ഈസ്റ്റ് വേസ്റ്റ് കളക്റ്റീവ്. അപ്പം അവർ ബേസിക്കലി ഇവിടുന്ന് വേസ്റ്റ് എല്ലാം മാസത്തിൽ 2 തവണ ബുദ്ധിസ്റ്റ് കലണ്ടർ 15th 30th ഡേയ്സിൽ അവർ കളക്ട് ചെയ്യും. ഓക്കെ.
എന്നിട്ട് അത് ഇവിടുത്തെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അവിടുത്തെ ലൈക്ക് ഇവിടുത്തെ ആനാലോഗ് എന്ന് പറയും, അവരെല്ലാവരും കൂടെ വന്ന് ഇത് ഇവിടുത്തെ വുമൻ ബേസിക്കലി അവിടെ വന്ന് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്യും. ഇവിടുത്തെ പിന്നെ പുരുഷന്മാർ ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ അവരുടെ ബൊലേറോ പിക്കപ്പിൽ പോകും. അങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇത് എങ്ങോട്ട് കൊണ്ടുപോകും? അവിടെ ഒരു മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾ എങ്ങോട്ടാ? ഇനി ഹാങ്ങിങ് ബ്രിഡ്ജ് സർവേ ഉണ്ട്. ഓക്കെ, ശരി, നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ബ്രോ. പേര് പറഞ്ഞില്ല. യുവർ നെയിം? തേജസ്. സോഹി. പാലയിൽ എവിടെ? ഞാൻ പറഞ്ഞാൻ തരുന്നു താമസിച്ചിട്ടുണ്ട്, ഇപ്പൊ അവിടെ നിന്ന് മാറി. ഓക്കെ, എന്ത് സംഭവം ഇത്? കഴിച്ചു നോക്കാം നൈസാ. സത്യം ശരിക്കും കഴിക്കാൻ പറ്റുന്നതാണോ? ഞങ്ങൾ ഇടയ്ക്ക് വിശപ്പ് എല്ലാം ഉണ്ട്. ഇത് ഇതിനെന്താ പറയാ, എന്ത് പറയാ? ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ ഇവിടുത്തെ പിള്ളേര് ഇവർക്ക് പറഞ്ഞു കൊടുത്താത്രേ ഈ ബെറി ഇവിടുന്ന് എടുത്ത് കഴിക്കാന്ന്. ഓറഞ്ച് കളറില് ഹിസൂൽ, ദാറ്റ്സ് എ ലോക്കൽ നെയിം. ഓക്കെ, ഹിസൂൽ. നല്ല പുളി. ഇത് പക്ഷെ നമ്മുടെ മറ്റേ ഇരുമ്പുള്ളിയുടെ ഒക്കെ ഏതോ ഒരു ടേസ്റ്റ് വരുന്നില്ലേ? ഇല്ലേ? ആണോ? ആ ശരിയാ, മൾബറിയുടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇരുമ്പുളി പോലെയൊക്കെ തോന്നുന്നത്. ഈ ഒരു ഏരിയനെ പാഡി ഫീൽഡ് എന്നാണ് കേട്ടോ മാപ്പിൽ എഴുതിയേക്കണേ. പക്ഷേ തൽക്കാലം ഇപ്പോൾ പാഡിയോ അല്ലെങ്കിൽ നെൽകൃഷിയും കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഈ ഭാഗത്ത് തക്കാളി കൃഷിയുണ്ട്. അവിടെ ഒരാൾ നിന്നിട്ട് എന്തോ കിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതല്ലാതെ അവിടെ പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നു. ആ ഭാഗത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. അവിടെ നിന്ന് കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, പശുക്കൾ മേഞ്ഞ് നടക്കുന്നു. ആ ഭാഗത്ത് കുറേ ഹോം സ്റ്റേസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സാങ്തി റിവർ അങ്ങനെ സ്ലോലി ഒഴുകി പോകുന്നു. പാഡി ഫീൽഡിൻ്റെ അവിടെ നിന്ന് ഞാൻ കിലോമീറ്ററുകൾ ലക്ഷ്യമില്ലാതെ വണ്ടി ഓടിച്ചു. എത്തുന്നവരെ എത്തട്ടെ എന്ന ഒറ്റ മൈൻഡിലാണ് പോകുന്നത്. കൃഷിയിടങ്ങളാണ് മൊത്തം. നല്ല രസമുള്ള ഒരു റൈഡ്. ഒറ്റ നോട്ടത്തിൽ ശാന്തസുന്ദര കോമള ഗ്രാമം എന്ന് തോന്നിയാലും ഇവിടുത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഡ്രഗ് യൂസേജ് വളരെ കൂടുതലാണ്. പോകുന്ന വഴി റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്ന ചെടികളും അതിന്റെ പ്രൊഡക്ട്സും മാത്രമല്ല, ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇവിടുത്തെ വില്ലന്മാർ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ തമിഴ് സഹോദരൻ ഫോണിൽ വിളിച്ചു. പുഴയുടെ അങ്ങേക്കരയിൽ 7 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു എന്നും അങ്ങോട്ട് വരാനും പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ ഇട്ട് തന്നു. 30 മിനിറ്റിൽ വരാമെന്നും പറഞ്ഞ് വണ്ടി ഞാൻ തിരിച്ചു. ഈ വഴി ഇന്നലെ പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ വാങ്മു ഒരു വീടിന്റെ മുന്നിൽ കുറച്ച് ലേഡീസിന്റെ ഒപ്പം ഇരുന്ന് നൂലുണ്ട ഉണ്ടാക്കുന്നത് കണ്ടു. ഇന്ന് രാവിലെ ചോയ്ഖോറിന് വാങ്മു ഇട്ടിരുന്ന ഷിൻഖ എന്ന് പറയുന്ന മോൻപാ സ്ത്രീകളുടെ ഡ്രസ്സ് ഉണ്ടാക്കുമായിരുന്നു അവര്. മുള മണ്ണിന്റെ ബക്കറ്റിൽ കുത്തി നിർത്തി അതിൽ ദിരാങ്ങിൽ നിന്ന് കൊണ്ടുവന്ന നൂല് ഒരു പ്രത്യേക രീതിയിൽ ചുറ്റിയാണ് അവരുണ്ടാക്കുന്നത്. മുഴുവൻ തുണി ഉണ്ടാക്കിയെടുക്കാൻ കുറെ ദിവസങ്ങൾ എടുക്കുത്രേ. ഇതെങ്ങനെയാണ് മുഴുവൻ നെയ്തെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ പ്രോസസ്സ് കണ്ടു നിൽക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. अच्छा अच्छा, ऐसा होता है कपड़ा. ഈ ഭാഗത്ത് വണ്ടി വെക്കാനാണ് പറഞ്ഞത്. എത്ര ദൂരം എന്നറിയ ഓടിക്കണോ. ഇവരെങ്ങനെയാണോ ഈ സ്ഥലം കണ്ടുപിടിച്ചത്? ആളുടെ ബൈക്കാണിത്. ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞ്. എങ്ങോട്ട് നടക്കാൻ? എവിടെ? എങ്ക ഇருக்கு ബ്രോ? ഇங்கயா? வழி இருக்காங்க. റൈറ്റ് സൈഡില്. ഓക്കെ ഓക്കെ, വഴി ഉണ്ടാക്കി വരണം എത്ര ഇതിന്റെ ഇടയിൽ കൂടെ. ഇതിലിറങ്ങി റൈറ്റ് സൈഡിൽ ആ ഭാഗത്ത് എവിടെയാണ് ഇട്ടിരിക്കണേ. രണ്ടും കൂടിയിട്ട് അവിടെ പോയിരിക്കണോ നോക്കിയേ.
ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത്. ഹൗ ഡു യു ഫൈൻഡ് ദീസ് പ്ലേസസ്? ഹൗ ഡിഡ് യു ഫൈൻഡ് ദിസ് പ്ലേസ്? ആകാശം വാങ്ങുമ്പോൾ നല്ല കമ്പനിയാണ്. അവരോടൊപ്പം കുറേ നേരം അവിടെ ഇരുന്നു മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ് ചിരിച്ചു. നമ്മുടെ ഹോസ്റ്റലിന് നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. പക്ഷെ ഒരുപാട് ചുറ്റി വേണം വരാൻ. കാര്യം കുറെ വണ്ടി ഓടിച്ചെങ്കിലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇരുട്ടുന്നതിന് മുന്നേ പോകാമെന്നും പറഞ്ഞു 7:30 വരെ അവിടെ ഇരുന്നു. എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഇന്നലെ കണ്ട ആളുകൾ, യുണീക്കായിട്ടുള്ള കൾച്ചർ, പച്ച പുതപ്പ് വിരിച്ച സാന്തി, പ്ലാനും പദ്ധതികളും ഒന്നും ഇല്ലാത്തൊരു ദിവസം അങ്ങനെ കടന്നുപോയി. യാത്രകൾ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇതുപോലത്തെ ദിവസങ്ങളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞങ്ങൾ വണ്ടികളൊക്കെ എടുത്ത് ഹോസ്റ്റലിലേക്ക് തിരിച്ചു. അടുത്ത വീഡിയോയിൽ അരുണാചലിന്റെ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ കാത്തിരിക്കണം. അതുവരെ ടിൻപിൻ സ്റ്റോറീസിലെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബൈ.